ഡിയേഴ്സ് ഞങ്ങളുടെ ദുബായ് കാഴ്ചകളുടെ മറ്റൊരു വ്യത്യസ്തമായ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ ദുബായ് വന്നിട്ട് 3ാമത്തെ ദിവസമായി. ഇന്ന് രാവിലെ ഞങ്ങൾ കണ്ടത് ദി ദുബായ് ഫ്രെയിം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു അത്ഭുത കാഴ്ച തന്നെയാണ്. ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഫ്രെയിമൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് മറ്റൊരു കാഴ്ച കാണുവാൻ വേണ്ടിയിട്ട്, മറ്റൊരു വിസ്മയ കാഴ്ച കാണുവാൻ വേണ്ടി യാത്ര തിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് സമയം ഏകദേശം 11 മണിയോളമായി. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറാണ്. അപ്പോൾ ലോകത്തിലെ മറ്റൊരു അത്ഭുത കാഴ്ച തന്നെയാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ആ പോകുന്ന വഴിക്കാണ് ഞങ്ങൾ ക്യാൻഡിലിവർ ബിൽഡിംഗ് കാണുവാനിടയത്. അപ്പോൾ അതിനെക്കുറിച്ച് ഗൂഗിൾ ചെയ്തപ്പോഴത്തേക്ക് ഇതും ലോകത്തിലെ ഏറ്റവും വലിയൊരു ഒരു അത്ഭുതം തന്നെയാണ് ഈ ക്യാൻഡിലിവർ ബിൽഡിംഗ് എന്ന് പറയുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് ഫിനാൻഷ്യൽ സിറ്റി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഹാർബറൊക്കെ എന്നറിയപ്പെടുന്ന ഒരു ദുബായിയുടെ ഏറ്റവും വലിയൊരു സെറ്റപ്പിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ വളരെ മനോഹരമായ ഒരു ക്യാൻഡിലിവർ ബിൽഡിംഗ് തന്നെയാണ്. ആ ബിൽഡിംഗ് കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറാണ്. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഈ ഒരു ഓവൽ ഷേപ്പിൽ, ഒരു സിൽവർ കളറിലെ ഓവൽ ഷേപ്പിൽ നിർമ്മിച്ച 2022 ഫെബ്രുവരി 22 ലോകത്തിന് തുറന്നു കൊടുത്തൊരു അത്ഭുത കാഴ്ച തന്നെയാണ്. എന്തായാലും ഞങ്ങൾ ഓൺലൈനിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് 2 ദിവസത്തേക്ക് ഫുള്ള് ബുക്കഡാണ്. എന്തായാലും അവിടെ ചെന്നിട്ട് ഡയറക്റ്റ് ടിക്കറ്റ് എടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിപ്പോൾ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണാൻ വേണ്ടി പോകുന്നത്. അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാം. തീർച്ചയായിട്ടും മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഹായ് ഡിയേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിലാണ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളിവിടെ വന്നതിന് ശേഷമാണ് ഒരു പണി കിട്ടിയതായി മനസ്സിലാക്കാൻ സാധിച്ചത്. നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ടിക്കറ്റുകൾ ഇഷ്യൂ ചെയ്യുന്നതല്ല, നേരത്തെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ടെമ്പററി അവർ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരാഴ്ചയായി അല്ലെങ്കിൽ 1-2 ആഴ്ചയായി ഈ ദുബായിലും ഷാർജയിലൊക്കെ നല്ല മഴകൾ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഒരുപാട് പേര് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാനോ സാധിച്ചിരുന്നില്ല. അപ്പോൾ ആ സ്ലോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് മാത്രമേ അവർ എടുക്കുന്നുള്ളൂ. അപ്പോൾ അവർ ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് മാത്രമാണ് ആൾക്കാർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാരാണ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ്. എന്തായാലും നമുക്കിതിലേക്ക് പ്രവേശിക്കാനായിട്ട് യാതൊരു ചാൻസുമില്ല. ടിക്കറ്റ് അവർ കംപ്ലീറ്റ്ലി അവർ ഡയറക്റ്റ് കൊടുക്കുന്ന ടിക്കറ്റുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ അതും പ്രതീക്ഷിച്ച് ടിക്കറ്റ് ഡയറക്റ്റ് എടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ദൗർഭാഗ്യവശാൽ ഒരു ടിക്കറ്റോ കാര്യങ്ങളൊന്നും അവർ ഇഷ്യൂ ചെയ്യുന്നില്ല. ഇതെന്തായാലും ഇത് എമിറേറ്റ്സ് ടവറിനടുത്താണ് ഈ ഒരു മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എമിറേറ്റ്സ് ടവർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് സ്കൈ ബ്രിഡ്ജ് വഴി നമുക്കിതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ നമ്മൾ ടാക്സി വിളിച്ചിട്ട് വേണം വരേണ്ടത്. എന്തായാലും നമുക്ക് നമ്മുടെ സ്വന്തം കാറിലൊക്കെ വരുവാണെങ്കിൽ നമുക്കിതിന് പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു മണിക്കൂറത്തേക്ക് 10 ദിർഹംസാണ് അവർ ചാർജ് ചെയ്യുന്നത്. അതിനുള്ളിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് 9.5 BDയും അതുപോലെ തന്നെ അഡൾട്ട്സിന് 9.5 BDയും അതുപോലെ തന്നെ കുട്ടികൾക്ക് 4.7 BDയും എന്ന നിരക്കിലാണ് അവർ ചാർജ് ഈടാക്കുന്നത്. അതും ഓൺലൈൻ വഴിയേ നമുക്ക് ബുക്ക് ചെയ്യാനും ടിക്കറ്റ് എടുക്കാനൊക്കെ സാധിക്കുകയുള്ളൂ, സ്ലോട്ട് ബുക്ക് ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. നമ്മളെ സ്ലോട്ട് അനുസരിച്ച് ഏതാണ്ട് ഒരു 30 മിനിറ്റ് മുന്നേ നമുക്കിവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും. എന്തായാലും ഇത് ലോകത്തിൽ വലിയൊരു അത്ഭുതം തന്നെയാണ്. ഇതിൻ്റെ അകത്ത് പ്രവേശിക്കുന്ന സമയത്ത് ഒരുപാട് അറബി വചനങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. എന്തായാലും ഒരുപാട് കോട്ടുകൾ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഒരുപാട് കോട്ട്സുകൾ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ പുറം ഭാഗത്തും ഇതേ സൂക്തങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും മനോഹരമായ ഒരു സംഭവം തന്നെയാണ്. ഇത് 2022 ഫെബ്രുവരി 22 ഇത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുന്നത്. എന്തായാലും ലോകത്തിൻ്റെ അത്ഭുത കാഴ്ചകളിലേക്ക് ഒരു ഐറ്റം കൂടി അല്ലെങ്കിൽ ഒരു സംഭവം കൂടി ദുബായിയുടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഇതിനടുത്ത് തന്നെ ഒരു വലിയൊരു കൺസെപ്റ്റ്, ഒരു കൈയുടെ ഒരു കൺസെപ്റ്റ് അവർ വെച്ചിട്ടുണ്ട്, ഒരു ശില്പം വെച്ചിട്ടുണ്ട്. അതിൻ്റെ 3 വിരലുകൾ അതിന് മടക്കി, 3 വിരലുകൾ നിവർത്തിയും 2 വിരലുകൾ മടക്കിയുമാണ് അത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ
കഴിഞ്ഞാൽ വിക്ടറിയും വിന്നും ലവും ആണ്. ആ 3 വിരലുകളെ സൂചിപ്പിക്കുന്നത് വിക്ടറിയും വിന്നും ലവുമാണ്. അപ്പോൾ അതും ഒരു പ്രത്യേക കൺസെപ്റ്റാണ്. എന്തായാലും ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് ഒരു പ്രത്യേക കയ്യടി തന്നെ കൊടുക്കേണ്ടതായുണ്ട്. എന്തായാലും ഞങ്ങൾ ഈ ഒരു മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നല്ല ചൂടാണ് കേട്ടോ, പുറത്ത് നിൽക്കാൻ പറ്റാത്ത ചൂടാണ്. അത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു വിസ്മയ കാഴ്ച കാണുവാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. ചോറൊക്കെ ഉണ്ടിട്ട് ഇനി അടുത്ത യാത്ര ഉണ്ടാവത്തുള്ള സമയം ഏകദേശം 12:30-1 മണിയോളമായി. എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. ഈ പുറത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ഒരു അനുഭവം തന്നെയാണ്, ഒരു വിസ്മയം കാഴ്ചകൾ തന്നെയാണ്. നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പും കാര്യങ്ങളൊക്കെയാണ് പുറത്ത് അവർ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. നമ്മൾ മെട്രോ വഴി പോകുന്ന സമയത്തൊക്കെ ഇതിൻ്റെ നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ വളരെ മനോഹരമാണ്. അതുപോലെ തന്നെ റോഡിൽ കൂടെ പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഈ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഈ ഷേഖ് സൈദ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഈ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണാൻ കഴിയും. നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ ചെറിയൊരു ഷേപ്പിലുള്ള ഒരു സംഭവമാണ്, പക്ഷേ അടുത്ത് വരുമ്പോഴത്തേക്കാണ് വലിയൊരു ഓവൽ ഷേപ്പിലുള്ള സിൽവർ കളറിൽ മെറ്റാലിക് സിൽവർ കളറിൽ തീർത്ത ഒരു ഐ ഷേപ്പിലുള്ള ഒരു ശില്പം തന്നെയാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ദുബായിയുടെ മറ്റൊരു വിസ്മയ കാഴ്ചയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.